ഹേ ഗായ്സ്, കർക്കിടക മാസമാകില്ലേ? അപ്പം നമുക്ക് ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയാലോ? ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇപ്പോൾ കർക്കിടക കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും. ഇനി ഒരുപക്ഷെ അറിയാത്ത ഫ്രണ്ട്സിന് ഉണ്ടാക്കി നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് നല്ല കുടലേരിക്ക, ഇത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോയാൽ കിട്ടും. ഈ ഇലക്ക് കുടലേരിക്ക എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുക. ഓരോ നാട്ടിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അറിയുന്നവർ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുടലേരിക്ക നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. അത് നല്ലൊരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ, എന്നിട്ട് 2 തവണ ഒക്കെ നമുക്ക് അതൊന്ന് സത്തെടുക്കാം. നല്ല പൾപ്പ് കിട്ടണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നാലേ ഉള്ളൂ എന്താ പറയുക, നമുക്ക് അത് വെച്ചിട്ട് കഞ്ഞി വെക്കാൻ കഴിയുള്ളൂ. നല്ല രീതിയിൽ അരച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള, എന്നാൽ ആരോഗ്യത്തിനും നല്ല ഗുണമുള്ള കഞ്ഞിയാണ് കേട്ടോ. എല്ലാവരും ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനത് അരച്ചു, ഒരു അരിപ്പ വെച്ചിട്ട് നല്ല രീതിയിൽ അരിച്ചെടുത്ത് അതിൻ്റെ നീര് എടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. നല്ല കൊഴുപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നാടനായതുകൊണ്ട് നമ്മൾ പറിച്ചെടുത്തതായതുകൊണ്ട് നല്ല കൊഴുപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് മറ്റേ നെല്ലുകുത്തരി എന്ന് പറയും ഞങ്ങളവിടെ, പിന്നെന്താണ് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടോ. അതും ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. പിന്നെ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ, അത് 3ഉം അരച്ചിട്ട് ഈ ഇതിൽ തിളപ്പിച്ച് ആയി വന്നിട്ടുള്ള കഞ്ഞിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നാൽ മതി, ഒന്ന് തുള്ളിയാൽ മതി എന്നറിയും ഇവിടെ. ആ തുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കഞ്ഞി റെഡിയായി. ഇത് ഔഷധം ആണ്, നമ്മളെ കുടൽ ശുദ്ധിയാവുമെന്നാണ് പറയണത്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. പിന്നെ ഉലുവ അങ്ങനെ ഓരോന്നാണല്ലോ. അപ്പോൾ ഇത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ നല്ലതാണ്. ആരോഗ്യത്തിനും വയറിനും എല്ലാം നല്ലതാണ്. ഓക്കെ, താങ്ക് യു.